ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നഗരസഭാ കൌൺസിലിൽ വാക്പോര്. തുടർന്ന് അജണ്ടകളെല്ലാം പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയം ജോയ് ചെറിയാൻ അവതരിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണ സ്തംഭനം, GUP സ്കൂളിലെ അപകടസ്ഥിതി, കുട്ടികളുടെ പാർക്ക് പൂട്ടിയത്, ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ, തെരുവുനായ കാട്ടുപന്നി ശല്യം, മഴക്കാല ശുചീകരണത്തിലെ വീഴ്ച എന്നിവയാണ് പ്രമേയത്തിലുണ്ടായിരുന്നത്. ഉന്നയിച്ച പല വിഷയങ്ങളും അജണ്ടയിലുള്ളതിനാൽ അടിയന്തര പ്രമേയം അനുവദിക്കാനാവില്ലെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിൽ അജണ്ടകളെല്ലാം പാസാക്കുകയായിരുന്നു. തുടർന്ന് ചെയർപേഴ്സണും ഭരണപക്ഷാംഗങ്ങളും കൌൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ശേഷമുണ്ടായ നഗരസഭാ ഓഫീസിന് മുന്നിലെ വിശദീകരണ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, ജോയ് ചെറിയാൻ, ബഷീർ കുന്നിക്കൽ, KM മഹ്റൂഫ്, ബിന്ദു നാരായണൻ, പ്രിയ അരവിന്ദൻ, നൌഷാദ് അഹമ്മു, ആൻഡോ തോമസ് എന്നിവർ സംസാരിച്ചു.